അമേരിക്കക്ക് ഇത്ര ചൈന പേടിയോ? ലോകത്തെ ഏറ്റവും വലിയ ദ്വീപായ ഗ്രീൻലാൻഡും വേണമെന്ന നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവന കൂടി പുറത്തു വന്നതാണ് അമേരിക്കക്ക് ശരിക്കും ചൈന പേടി തന്നെയാണോ എന്ന സംശയത്തിലേക്ക് വിരൽ ചൂണ്ടത്. കാനഡയെ സ്റ്റേറ്റ് ആക്കുമെന്നും പനാമ കനാലിനെ സ്വന്തമാക്കുമെന്നുമുള്ള ഭീഷണിക്ക് പിന്നാലെയാണ് ഡെൻമാർക്കിന്റെ ഭാഗവും സ്വയം ഭരണാവകാശമുള്ള ദ്വീപുമായ ഗ്രീൻലാൻഡ് യുണൈറ്റഡ് സ്റ്റേറ്റ്സിൻ്റെതാക്കുമെന്ന അത്യാഗ്രഹം ട്രംപ് പ്രകടിപ്പിച്ചിരിക്കുന്നത്. അമേരിക്കക്കാരെ സംബന്ധിച്ച് 157 കൊല്ലം പഴക്കമുണ്ട് ഈ അത്യാഗ്രഹത്തിനെങ്കിലും ഇപ്പോൾ ട്രംപിനെ കൊണ്ട് ഇത് പറയിപ്പിച്ചത് ചൈനയുമായി വീണ്ടും തുടങ്ങിയ വ്യാപാര യുദ്ധമാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. നേരത്തെ പനാമ കനാൽ ഏറ്റെടുക്കുകയാണെന്ന് ട്രംപ് പറഞ്ഞതിന് പിന്നിലും ചൈന ഭയം നിഴലിച്ചിരുന്നു. പനാമ കനാൽ ചൈനയ്ക്കോ മറ്റാർക്കോ വേണ്ടിയല്ല കൊടുത്തതെന്നായിരുന്നു ട്രംപിൻ്റെ പരാമർശം. പനാമ കനാലിൻ്റെ നിയന്ത്രണത്തിലോ പ്രവർത്തനത്തിലോ യാതൊരു അധികാരവുമില്ലാത്ത ചൈനയെ യഥാർത്ഥത്തിൽ വെറുതെയാണ് ട്രംപ് ഇതിലേക്ക് വലിച്ചയച്ചത്. ഇത്തവണ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതിന് പിന്നാലെ തന്നെ ചൈനയ്ക്കെതിരെ നികുതി ഭീഷണിയുമായി ട്രംപ് രംഗത്തെത്തിയിരുന്നു. കഴിഞ്ഞ തവണ പ്രസിഡന്റായപ്പോഴും ചൈനയ്ക്കെതിരെ ട്രംപ് നികുതിയുമായി രംഗത്തെത്തിയിരുന്നു. തുടർന്ന് ചൈനയുമായി നടന്ന വ്യാപാര യുദ്ധത്തിൽ ഏറെ ക്ഷീണം നേരിട്ടതും അമേരിക്കയ്ക്ക് തന്നെയായിരുന്നു. പിന്നാലെ ചൈനീസ് പ്രസിഡന്റുമായി കൂടിക്കാഴ്ച വരെ ട്രംപ് തയ്യാറായതും ചരിത്രമാണ്. ഇപ്പോൾ വീണ്ടും ചൈന US വ്യാപാര യുദ്ധം ആരംഭിച്ചതിന് പിന്നാലെ കമ്പ്യൂട്ടറുകൾ, ചിപ്പുകൾ, മൊബൈൽ ഫോണുകൾ, വൈദ്യുത വാഹനങ്ങൾ തുടങ്ങി ആധുനിക ലോകത്തിന് അനിവാര്യമായ വസ്തുക്കളുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന അപൂർവ ധാതുക്കൾ അമേരിക്കയിലേക്ക് കയറ്റി അയക്കുന്നത് നിർത്തിവെക്കുമെന്ന് ചൈന പ്രഖ്യാപിച്ചിരുന്നു. ഈ അപൂർവ ധാതുക്കളുടെ വാണിജ്യ നിയന്ത്രണം ഏറെക്കുറെ ചൈനയുടെ കൈകളിലാണെന്നതിനാൽ ഇത് അമേരിക്കയ്ക്ക് വലിയ തിരിച്ചടിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ചൈന കഴിഞ്ഞാൽ ഇത്തരം അപൂർവ ധാതുക്കളുടെ കലവറയുള്ള പ്രദേശങ്ങളിൽ സുപ്രധാന ഇടമാണ് ഗ്രീൻലാൻഡ്. ധാതു സമ്പുഷ്ടമായ ഗ്രീൻലാൻഡ് നിയോഡീമിയം, ടെർബിയം, ഡിസ്പ്രോസിയം തുടങ്ങിയ അപൂർവ ധാതുക്കൾ കൊണ്ട് സമ്പുഷ്ടമാണ് ഗ്രീൻലാൻഡ്. ലോകത്ത് യുറേനിയത്തിൻ്റെ 6ാമത്തെ വലിയ നിക്ഷേപമുള്ള പ്രദേശമാണ് ഈ ദ്വീപ്. ഗ്രീൻലാൻഡ് സ്വന്തമാക്കുകയാണെങ്കിൽ അപൂർവ ധാതുക്കളുടെ ലഭ്യതയിൽ ഏറെക്കുറെ സ്വയം പര്യാപ്തത കൈവരിക്കാനും മേഖലയിലെ ചൈനയുടെ അപ്രമാദിത്വം തകർക്കാനും US-നാവും. റഷ്യക്ക് കൂടി താല്പര്യമുള്ള മേഖലയാണ് ഗ്രീൻലാൻഡ്. മഞ്ഞുമൂടി കിടക്കുന്ന മേഖലയിൽ മഞ്ഞുരുകുമ്പോൾ തെളിഞ്ഞു വരാനിടയുള്ള പുതിയ വ്യാപാര പാതകളാണ് റഷ്യ അടക്കമുള്ള രാജ്യങ്ങളെ മോഹിപ്പിക്കുന്നത്. ഗ്രീൻലാൻഡും സ്വന്തമാക്കുന്നതിലൂടെ റഷ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ താൽപ്പര്യങ്ങൾക്ക് ഇടങ്കോലിടാനും അവരുടെ ഇടപെടൽ ഇല്ലാതാക്കാനും അമേരിക്കയ്ക്ക് കഴിയും. ഗ്രീൻലാൻഡ് പ്രധാനമന്ത്രി മുറ്റെ ബൗറൂപ്പ് ഈഗ്ഡ് US മിലിറ്ററികൾക്ക് കീഴിലുള്ള പിറ്റുഫിക് സ്പേസ് ബേസ് സ്ഥിതി ചെയ്യുന്നത് ഗ്രീൻലാൻഡിൻ്റെ വടക്കു പടിഞ്ഞാറൻ തീരത്താണെന്നതും ഗ്രീൻലാൻഡിനോടുള്ള അമേരിക്കൻ താൽപ്പര്യത്തിൻ്റെ മറ്റൊരു ഘടകമാണ്. US മിലിറ്ററിക്ക് കീഴിലുള്ള പിറ്റുഫിക് സ്പേസ് ബേസ് സ്ഥിതി ചെയ്യുന്നത് ഗ്രീൻലാൻഡിൻ്റെ വടക്കു പടിഞ്ഞാറൻ തീരത്താണെന്നതും ഗ്രീൻലാൻഡിനോടുള്ള അമേരിക്കൻ താൽപ്പര്യത്തിൻ്റെ മറ്റൊരു ഘടകമാണ്. മിസൈൽ പ്രതിരോധവും സ്പേസ് സർവൈലൻസും ഉൾപ്പെടെയുള്ള തന്ത്രപ്രധാന സ്പേസ് സ്റ്റേഷനുകളിലൊന്നാണ് അമേരിക്കയുടെ എയർബേസുകളിൽ ഏറ്റവും വടക്കായി സ്ഥിതി ചെയ്യുന്ന പിറ്റുഫിക്. ഗ്രീൻലാൻഡിനെ സ്വന്തമാക്കാനുള്ള നീക്കം 1.5 നൂറ്റാണ്ട് മുമ്പേ. ഏതായാലും ഇത്തരം താല്പര്യങ്ങളെല്ലാം കടന്നു വരുന്നതിനും പതിറ്റാണ്ടുകൾക്ക് മുമ്പ്, അതായത് 1880-കൾ മുതൽ തന്നെ ഗ്രീൻലാൻഡിനെ സ്വന്തമാക്കാനുള്ള നീക്കം US നടത്തുന്നുണ്ട്. 1867 അന്നത്തെ US പ്രസിഡന്റായിരുന്ന ആൻഡ്രൂ ജോൺസന്റെ ഭരണകാലത്താണ് അമേരിക്ക ഇതിനായി ആദ്യ ഔദ്യോഗിക നീക്കം നടത്തിയത്. അമേരിക്കൻ ഐക്യനാടുകളുടെ 17ാമത്തെ പ്രസിഡന്റായിരുന്ന ആൻഡ്രൂ ജോൺസൺ അബ്രഹാം ലിങ്കൺ പ്രസിഡന്റായിരുന്ന സമയത്ത് വൈസ് പ്രസിഡന്റായും സേവനമനുഷ്ഠിച്ചയാളാണ്. അമേരിക്കൻ ഐക്യനാടുകളുടെ 33ാമത്തെ പ്രസിഡന്റായി ഹാരി S ട്രൂമാനും ഗ്രീൻലാൻഡിനായി നീക്കം നടത്തിയിരുന്നു. 1946 $10 കോടി ഗ്രീൻലാൻഡ് വാങ്ങാൻ അതീവ രഹസ്യമായി നടത്തിയ നീക്കം സംബന്ധിച്ച വിവരം 4.5 പതിറ്റാണ്ടിന് ശേഷം 1991 പുറത്തു വന്നത്. ഭൂമിശാസ്ത്രപരമായും സൈനികവുമായി ആവശ്യം ചൂണ്ടിക്കാട്ടി ഗ്രീൻലാൻഡ് സ്വന്തമാക്കാൻ US നടത്തിയ നീക്കം പക്ഷേ 2 തവണയും ഫലം കണ്ടില്ല. പിന്നീട് ഈ ആഗ്രഹം ആരും പരസ്യമാക്കിയിരുന്നില്ലെങ്കിലും അമേരിക്കൻ ഐക്യനാടുകളുടെ 45ാമത്തെ പ്രസിഡന്റായി 2017 അധികാരത്തിലേറിയ ഡൊണാൾഡ് ട്രംപ് 2019 ഗ്രീൻലാൻഡ് വാങ്ങണമെന്ന ആഗ്രഹം പ്രകടിപ്പിച്ച് രംഗത്തെത്തിയത് വലിയ വിവാദങ്ങൾക്ക് കാരണമായിരുന്നു. അന്ന് അതിനെതിരെ കടുത്ത ഭാഷയിലുള്ള പ്രതികരണമാണ് ഗ്രീൻലാൻഡ് ഭരണകൂടവും ഡെൻമാർക്കും നടത്തിയത്. അന്നത്തെ ഡാനിഷ് പ്രധാനമന്ത്രി മെറ്റെ ഫ്രെഡറിക്സൺ ട്രംപിൻ്റെ ഓഫർ അസംബന്ധമാണ് എന്നാണ് പറഞ്ഞത്. ഗ്രീൻലാൻഡ് വിൽപ്പനക്കുള്ളതല്ല, ഗ്രീൻലാൻഡ് ഡാനിഷ് അല്ല, ഗ്രീൻലാൻഡ് ഗ്രീൻലാൻഡിൻ്റെതാണ് എന്നും ഫ്രെഡറിക്സൺ വ്യക്തമാക്കിയിരുന്നു. പിന്നാലെ അക്കൊല്ലം തന്നെ നിശ്ചയിച്ചിരുന്ന ഡെൻമാർക്ക് സന്ദർശനം ട്രംപ് റദ്ദാക്കുകയും ചെയ്തു. ഇത് കഴിഞ്ഞ് 5 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ട്രംപ് വീണ്ടും തൻ്റെ ആഗ്രഹം പ്രകടിപ്പിച്ചിരിക്കുന്നത്.
2025 അധികാരത്തിലേറാനിരിക്കെ ഡെൻമാർക്കിലെ US അംബാസിഡറായി കെൻ ഹൗറിയെ നിയമിക്കുന്നതായി പ്രഖ്യാപിച്ച തൻ്റെ തന്നെ സാമൂഹിക മാധ്യമമായ ട്രൂത്ത് സോഷ്യലിട്ട പോസ്റ്റിലാണ് ഗ്രീൻലാൻഡ് സ്വന്തമാക്കാനുള്ള ആഗ്രഹം ട്രംപ് പങ്കുവച്ചത്. ഡെൻമാർക്കിലെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് അംബാസിഡറായി കെൻ ഹൗറിയെ പ്രഖ്യാപിക്കുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. ലോകപ്രശസ്ത സംരംഭകനും നിക്ഷേപകനും പൊതുസേവകനുമാണ് കെൻ. ലോകമെമ്പാടുമുള്ള നമ്മുടെ ദേശീയ സുരക്ഷയ്ക്കും സ്വാതന്ത്ര്യത്തിനും ഗ്രീൻലാൻഡിൻ്റെ ഉടമസ്ഥതയും നിയന്ത്രണവും സമ്പൂർണ്ണ ആവശ്യവുമാണെന്ന് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക കരുതുന്നു. അമേരിക്കയുടെ താൽപ്പര്യങ്ങളെ പ്രതിനിധീകരിക്കുന്നതിൽ കെൻ ഒരു അത്ഭുതകരമായ പണിയെടുക്കും. നന്ദി കെൻ, അഭിനന്ദനങ്ങൾ എന്നായിരുന്നു ട്രംപ് അന്ന് പങ്കുവച്ച പോസ്റ്റ്. 1803 അമേരിക്ക ഫ്രാൻസിൽ നിന്ന് $15 മില്യൺ ലൂസിയാന വാങ്ങിയ പോലെ 1867 റഷ്യയുടെ പക്കൽ നിന്ന് $7.2 മില്യൺ അലാസ്ക വാങ്ങിയതുപോലെ, അല്ലെങ്കിൽ 1917 $25 മില്യൺ ഡെൻമാർക്കിൽ നിന്ന് ഡാനിഷ് വെസ്റ്റ് ഇൻഡീസ് ഐലൻഡ് വാങ്ങിയ പോലെ ഗ്രീൻലാൻഡും വാങ്ങാനൊക്കുമോ എന്ന ചിന്തയും ട്രംപിനുണ്ടാകാം. എന്തായാലും പുതിയ നീക്കത്തോടെ കടുത്ത എതിർപ്പ് പ്രകടിപ്പിച്ച് ഡെൻമാർക്ക് രംഗത്തെത്തിയിട്ടുണ്ട്. ഗ്രീൻലാൻഡിനെ വിൽപ്പനയ്ക്ക് വെച്ചിട്ടില്ലെന്നും ഒരിക്കലും വിൽക്കാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും ഗ്രീൻലാൻഡ് പ്രധാനമന്ത്രി മുറ്റെ ബൗറുപ്പ് ഈഗ്ഡ് ട്രംപിനോട് വ്യക്തമാക്കിയിട്ടുണ്ട്. ഗ്രീൻലാൻഡ് നമ്മുടേതാണ്, ഞങ്ങൾ വിൽപ്പനക്കുള്ളതല്ല, ഒരിക്കലും വിൽപ്പനയ്ക്കില്ല. നീണ്ട പോരാട്ടത്തിലൂടെ നാം നേടിയെടുത്ത സ്വാതന്ത്ര്യം ഒരിക്കലും നാം നഷ്ടപ്പെടുത്തില്ല, ഈഗ്ഡ് വ്യക്തമാക്കുന്നു. ഗ്രീൻലാൻഡിന് മേലുള്ള നിയന്ത്രണം ചർച്ചയ്ക്കുള്ളതല്ലേ എന്ന് ഡാനിഷ് സർക്കാർ കൃത്യമായി പറയണമെന്ന് പ്രതിപക്ഷ കൺസർവേറ്റീവ് പാർട്ടിയുടെ പാർലമെൻറ്റ് അംഗം വാസ്മസ് ജർലോമും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അമേരിക്കൻ പ്രവർത്തനങ്ങൾ ഡാനിഷ് പ്രദേശത്തിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കാൻ ലക്ഷ്യമിടുന്നിടത്തോളം അതിനെ ശക്തമായി എതിർക്കണമെന്ന് പാർലമെൻറ്റിൻ്റെ പ്രതിരോധ സമിതി തലവനായ ജർലോമും പറയുന്നു. നോർത്ത് അറ്റ്ലാന്റിക് സമുദ്രത്തിനും ആർട്ടിക് സമുദ്രത്തിനും ഇടയിലായി വടക്കേ അമേരിക്കൻ ഭൂഖണ്ഡത്തിൽ സ്ഥിതി ചെയ്യുന്ന ദ്വീപാണ് ഗ്രീൻലാൻഡ്. ഗ്രീൻലാൻഡിൻ്റെ തെക്കുകിഴക്ക് അറ്റ്ലാന്റിക് മഹാസമുദ്രവും കിഴക്ക് ഗ്രീൻലാൻഡ് കടലും വടക്ക് ആർട്ടിക് സമുദ്രവും പടിഞ്ഞാറ് ബാഫിൻ ഉൾക്കടലുമാണ്. കിഴക്ക് വശത്ത് അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ഐസ്ലാൻഡും പടിഞ്ഞാറ് ബാഫിൻ ഉൾക്കടലിനോട് ചേർന്നുള്ള കാനഡയുമാണ് ഗ്രീൻലാൻഡിൻ്റെ ഏറ്റവും അടുത്ത രാജ്യങ്ങൾ. ലോകത്തിലെ ഏറ്റവും വലിയ ദ്വീപും സ്വയംഭരണ പ്രദേശവുമായ ഗ്രീൻലാൻഡിൻ്റെ വടക്കുകിഴക്കൻ ഭാഗത്താണ് ലോകത്തെ ഏറ്റവും വലിയ ദേശീയോദ്യാനമായ വടക്കുകിഴക്കൻ ഗ്രീൻലാൻഡ് ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത്. ഭൂപ്രകൃതി അനുസരിച്ചും മനുഷ്യ ജീവിത രീതി അനുസരിച്ചും ആർട്ടിക് ദ്വീപ് രാജ്യവും ഭൂമിശാസ്ത്രപരമായി വടക്കേ അമേരിക്കൻ ഭൂഖണ്ഡത്തിൻ്റെ ഭാഗവുമാണെങ്കിലും ചരിത്രപരമായി രാഷ്ട്രീയമായും ഈ രാജ്യം യൂറോപ്പിനോട്, പ്രത്യേകിച്ച് ഐസ്ലാൻഡ്, നോർവേ, ഡെൻമാർക്ക് എന്നീ രാജ്യങ്ങളോട് ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്. എന്നാൽ ഗ്രീൻലാൻഡ് തലസ്ഥാനമായ ന്യൂക്ക് ഡെൻമാർക്ക് തലസ്ഥാനമായ കോപ്പൻഹേഗനേക്കാൾ അമേരിക്കൻ നഗരമായ ന്യൂയോർക്കിനോട് അടുത്താണ് സ്ഥിതി ചെയ്യുന്നത്. ചരിത്രാതീത കാലത്ത് പാലിയോ എസ്കിമോകൾ ഇവിടെയാണ് വസിച്ചിരുന്നത്. AD 984 മുതൽ ദ്വീപിൻ്റെ ഏറ്റവും തെക്കുകിഴക്കൻ മുനമ്പിനോടടുത്തുള്ള ഭാഗങ്ങളിൽ ഐസ്ലാൻഡുകാർ കോളനി സ്ഥാപിച്ചിരുന്നു. എന്നാൽ കഴിഞ്ഞ 600-ലധികം വർഷമായി ഡെൻമാർക്കിനോടൊപ്പമാണ് ഗ്രീൻലാൻഡ് സ്ഥിതി ചെയ്യുന്നത്. 1814 സ്വീഡനും ഡെൻമാർക്കും തമ്മിൽ ഒപ്പുവെച്ച കീൽ ഉടമ്പടിക്ക് ശേഷം ഗ്രീൻലാൻഡ് ഡാനിഷ് പ്രദേശമായി പൂർണ്ണമായും അംഗീകരിക്കപ്പെട്ടു. 1963 വരെ ഡെൻമാർക്ക് ഇതിനെ ഒരു കോളനിയായി ഭരിച്ചു. 1979 മുതൽ സ്വയംഭരണം ലഭിച്ച ഗ്രീൻലാൻഡിന് 2009 മുതൽ സ്വന്തമായ ഒരു പാർലമെൻറ്റും ആഭ്യന്തര കാര്യങ്ങൾ, നിയമോപാലനം, തീരസംരക്ഷണം എന്നീ അധികാരങ്ങളുള്ള ഒരു സർക്കാരുമുണ്ട്. മാത്രമല്ല ഗ്രീൻലാൻഡിന് ഡാനിഷ് പാർലമെൻറ്റിൽ 2 ഡെപ്യൂട്ടിമാരുമുണ്ട്. ഡെൻമാർക്ക് രാജ്ഞി മാർഗരത്തെ സെക്കൻഡിനെ ഗ്രീൻലാൻഡിൻ്റെ സെറിമോണിയൽ ഹെഡായാണ് കണക്കാക്കുന്നത്. വിദ്യാഭ്യാസം, ആരോഗ്യം തുടങ്ങിയ ആഭ്യന്തര വിഷയങ്ങളിൽ സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കുന്നുണ്ടെങ്കിലും ഗ്രീൻലാൻഡിൻ്റെ പ്രതിരോധം, വിദേശ നയം എന്നിവ കൈകാര്യം ചെയ്യുന്നത് ഡെൻമാർക്കാണ്. മത്സ്യബന്ധനവും ഡെൻമാർക്കിൽ നിന്നുള്ള ബജറ്റ് വീതവുമാണ് അപൂർവധാതുക്കൾ, എണ്ണ, പ്രകൃതിവാതകം എന്നിവയാൽ സമ്പന്നമായ ഗ്രീൻലാൻഡിൻ്റെ പ്രധാന വരുമാന സ്രോതസ്. പേരിൽ ഗ്രീൻ എന്നുണ്ടെങ്കിലും ഗ്രീൻലാൻഡിൻ്റെ 80% ഭാഗവും മഞ്ഞു മൂടിക്കിടക്കുകയാണ്. അതായത് ഗ്രീൻലാൻഡിൻ്റെ മൊത്തം വിസ്തീർണമായ 21,66,086 ചതുരശ്ര കിലോമീറ്ററിൽ 17,55,637 ചതുരശ്ര കിലോമീറ്ററും, അതായത് 81% ഹിമപാളികൾ കൊണ്ട് മൂടപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ എല്ലാ പട്ടണങ്ങളും ജനവാസ പ്രദേശങ്ങളും തീരപ്രദേശത്തോട് ചേർന്നാണ് സ്ഥിതി ചെയ്യുന്നത്. കൂടാതെ ജനസംഖ്യയിൽ ഭൂരിഭാഗവും പശ്ചിമ തീരപ്രദേശങ്ങളിലാണ് വസിക്കുന്നത്.
മെക്സിക്കോയേക്കാളും സൗദി അറേബ്യയെക്കാളും വലുപ്പമുണ്ട് ഗ്രീൻലാൻഡിനെങ്കിലും 2022 കണക്ക് പ്രകാരം ഇവിടുത്തെ ആകെ ജനസംഖ്യ എന്ന് പറയുന്നത് 56,583 മാത്രമാണ്.